എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ആൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹനുമൻ ജയന്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വർഷം ഹനുമാൻ ജയന്തി ശനിയാഴ്ചയാണ് വരുന്നത്. അതായത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ട് വർഷങ്ങളായി. അതായത് ഇതൊരു അപൂർവ സംയോജനമാണ്. ഹനുമാൻ ജയന്തി ശനിയാഴ്ച വരുന്നത്. ശനിയാഴ്ചയുടെ അധിപനാണ്, അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മൾ പൂജിക്കേണ്ട ദേവനാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ ജയന്തിയും ശനിയാഴ്ചയും ഒത്തുചേരുന്നത് അത് ശക്തിയുടെയും സമാധാനത്തിൻ്റെയും ശക്തമായ ഒരു സംയോഗമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുണ്യദിനത്തിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ഭയങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ശനിഗ്രഹ ദോഷങ്ങളെയും ശമിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 12 ശനിയാഴ്ചയാണ് ഹനുമാൻ ജയന്തി വരുന്നത്. ചൈത്രമാസത്തിലെ പൂർണ്ണചന്ദ്ര ദിനത്തിലാണ് ഹനുമാൻ ജയന്തി നമ്മൾ ആഘോഷിക്കാറുള്ളത്. അതേപോലെ തന്നെ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലും ഹനുമാൻ ജയന്തിക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇനി ജ്യോതിഷം അനുസരിച്ചിട്ട് എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഭഗവാൻ എല്ലാ പ്രശ്നങ്ങളും നീക്കം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക മാത്രമല്ല, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കിട്ടുകയും കൂടി ചെയ്യും എന്നാണ്. അപ്പോൾ പൂർണിമ തിഥി വരുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 12 രാവിലെ 3:22 AM മുതൽ ഏപ്രിൽ 13 5:52 AM വരെയാണ് പൂർണിമ തിഥി ഉള്ളത്. സൂര്യോദയം ഏപ്രിൽ 12 രാവിലെ 6:12 AM സൂര്യാസ്തമയം വൈകുന്നേരം 6:42 PM വരുന്നത്. ഹനുമാൻ ജയന്തിയുടെ ദിവസം ഏപ്രിൽ 12 ശനിയാഴ്ച ഭഗവാന്റെ ക്ഷേത്രം അടുത്ത് ഉണ്ടെങ്കിൽ, ഹനുമാൻ സ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ഹനുമാൻ പ്രതിഷ്ഠയും കൂടി ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള വഴിപാടാണ് കുങ്കുമാർച്ചന എന്ന് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം അടുത്തുള്ളവരാണെങ്കിൽ ഈ ഹനുമൻ ജയന്തിയിൽ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നീച്ച് കുളിച്ച് ദേഹശുദ്ധി വരുത്തി വ്രതം എടുക്കുന്നതിന് സങ്കല്പം എടുത്ത് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോയിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത്, അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കഴിയുന്നതും വാഴപ്പഴം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കരുതുക, അത് കൊണ്ടുപോവുക. കദളിപ്പഴമാണ് ഏറ്റവും നല്ലത് ഭഗവാന്. അപ്പോൾ കദളിപ്പഴം ഉണ്ടെങ്കിൽ കദളിപ്പഴം കൊണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോവുക. അല്ലെങ്കിൽ കദളിപ്പഴം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഴപ്പഴം നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇനി അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കുങ്കുമാർച്ചനയാണ്. കുങ്കുമാർച്ചന ചെയ്യുക. കുങ്കുമാർച്ചനയ്ക്ക് രസീതെടുക്കുക. അതേപോലെ തന്നെ ഗതസമർപ്പണം ഉണ്ടെങ്കിൽ, എല്ലാ അമ്പലത്തിലും കാണില്ല, പക്ഷേ ഉള്ളതാണെങ്കിൽ ഗതസമർപ്പണം ചെയ്യുന്നത് നല്ലതാണ് ഇന്നേ ദിവസം. അപ്പോൾ ഈ 3 വഴിപാടുകളാണ്, അതായത് കദളിപ്പഴ സമർപ്പണം, കുങ്കുമാർച്ചന, ഗത സമർപ്പണം, ഇത് 3 ചെയ്യേണ്ടത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി വീട്ടിലാണ് ഭഗവാന്റെ പൂജ ചെയ്യണതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പൂജാവിധി എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കേണ്ടത്. 4:30 മുതൽ 5:30 വരെയുള്ളൊരു സമയം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ആ ഒരു സമയത്തിനുള്ളിൽ എഴുന്നേൽക്കുക. എന്നിട്ട് വൃത്തിയായിട്ട് ദേഹശുദ്ധി വരുത്തി ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ആണ് ശുഭകരമായിട്ട് പറയുന്നത്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമോ ചിത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പീഠത്തിൻ്റെ മേൽ മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് അതിൻ്റെ മേൽ വെക്കണം എന്നാണ് പറയുക. പിന്നെ അലങ്കാരം ചെയ്യുന്നതും മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ
ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ കൊണ്ടും മാല കൊണ്ടുമാണ് അലങ്കരിക്കേണ്ടത്. പിന്നെ പൂജാ വസ്തുക്കളാണ് ഒരുക്കി വെക്കേണ്ടത്. പൂജാ വസ്തുക്കൾ എന്ന് പറയുന്നത് നെയ്വിളക്ക്, മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള പൂക്കൾ, കുങ്കുമം, അതായത് കുങ്കുമത്തിന് ഓറഞ്ച് സിന്ദൂരമാണ് നല്ലതെന്നാണ് പറയുന്നത്, ഓറഞ്ച് കളറുള്ള സിന്ദൂരം, ചന്ദനം അരച്ചത്, പിന്നെ പഴങ്ങൾ, പിന്നെ ലഡു ഉണ്ടാക്കിയിട്ട് നമ്മുടെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ലഡുവോ ബൂന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക. അല്ല വെറ്റിലയായിട്ട് വെറ്റില അടയ്ക്ക എന്നത് എടുത്ത് വയ്ക്കുക. പഴങ്ങളോ മധുര പലഹാരങ്ങളോ ആണ് നേദിക്കാനായിട്ട് എടുക്കുക. പിന്നെ അന്നത്തെ ദിവസം കുളി കഴിഞ്ഞിട്ട് സങ്കല്പം എടുക്കണം എന്നാണ്. അതായത് നമ്മൾ ഭക്തിപൂർവ്വം ഞാൻ പൂജ നടത്താൻ പോവാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന്, സ്വയം മനസ്സിനെയും അതിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്, സങ്കല്പം എടുക്കുക. അതിന് ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. അതായത് വലത് കൈ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം വലത് കൈയിൽ വെള്ളം, അരിമണി എന്ന് പറയുമ്പോൾ അക്ഷതമാണ്, അതായത് ബ്രോക്കൺ ആവരുത്, മീൻസ് മുഴുവനായിട്ടുള്ള അരിമണിയാണ് വേണ്ടത്. അപ്പം അരിമണികൾ, പൂക്കൾ എന്നിവ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഹനുമാൻ ജയന്തി പൂജ ചെയ്യാൻ പോവുകയാണ്, അത് വ്രതം എടുക്കാൻ പോവുകയാണ് എന്നുള്ളത് മന്ത്രം ചൊല്ലിയിട്ട് സങ്കല്പം എടുക്കുക എന്നാണ് പറയുക. അത് കുടുംബത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പൂജ നടത്താനുള്ള എൻ്റെ ആഗ്രഹം ഭഗവാനെ അത് നന്നായിട്ട് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം നിലത്തേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുക, കയ്യിലൂടെ ഇങ്ങനെ ഉതിർന്ന് വീഴുക. അതിനെയാണ് സങ്കല്പം എടുക്കുക എന്ന് പറയുക. മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഉതിർത്ത് വീഴ്ത്തിയാൽ മതി. പിന്നെ ചെയ്യേണ്ടത് ആവാഹനമാണ്. അതായത് നമ്മൾ പൂജിക്കുന്ന ബിംബത്തിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിൽ, ഫോട്ടോയിൽ ഭഗവാന്റെ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ആവാഹനം എന്ന് പറയുക. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തണം. അപ്പോൾ പൂജയ്ക്ക് ഭഗവാന്റെ, ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ആ ദിവ്യരൂപം, ആ ദിവ്യ തേജസ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ദൃശ്യവൽക്കരിച്ച് കാണുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് ആവാഹന മന്ത്രം ചൊല്ലണം എന്നാണ് പറയുക. മന്ത്രങ്ങൾ ഒരുമിച്ച് പിന്നെ പറയാം. അപ്പം അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ തേജസ് വരുന്നു എന്ന് നമ്മൾ മനസ്സിൽ അത് കാണുക. നമ്മുടെ ബിംബത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിലേക്ക് ഭഗവാന്റെ ദിവ്യ തേജസ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ ആ ഒരു ഇത് കൊണ്ടുവരിക. അതാണ് ആവാഹിക്കുകയാണ് നമ്മൾ, ഭഗവാന്റെ പ്രസൻസ്, സാന്നിധ്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ധ്യാനമാണ്, അതായത് മെഡിറ്റേഷൻ. അതായത് മന്ത്രം ജപിച്ച് നമ്മുടെ തന്നെ മനസ്സിനെ അത് ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പുഷ്പങ്ങളാണ് അർപ്പിക്കേണ്ടത്. അതായത് ഭഗവാനെ നമ്മുടെ പീഠത്തിൽ വെച്ചിട്ടുള്ള ബിംബത്തിലേക്ക് ഇരിക്കാൻ അല്ലെ ആസനസ്ഥനാവാൻ വേണ്ടിയിട്ടുള്ള പുഷ്പം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുഷ്പാർച്ചനയാണ് ചെയ്യുന്നത്. ഭഗവാൻ എവിടെ ഉണ്ട്, ഭഗവാൻ എവിടെ എത്തി എന്നുള്ള രീതിയിൽ ആ ഒരു പീഠത്തിലേക്ക് നമ്മൾ പുഷ്പം അർപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം, കിണ്ടിയിൽ വെള്ളം തീർത്ഥം എടുക്കണമല്ലോ, ആ തീർത്ഥജലം കിണ്ടിയിൽ നിന്ന് പതുക്കെ ഈ ഒരു ഭഗവാന്റെ പാദം സങ്കല്പിച്ചുകൊണ്ട്, ബിംബം ഉണ്ടെങ്കിൽ ബിംബത്തിൻ്റെ പാദത്തിലേക്ക് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോയുടെ താഴെ അല്ലെങ്കിൽ ഭഗവാന്റെ പാദമാണ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വെള്ളം അല്ലെങ്കിൽ ഈ തീർത്ഥജലം തളിക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ചന്ദനവും, നമ്മൾ അരച്ച ചന്ദനം ഉണ്ടല്ലോ, ചന്ദനവും പൂക്കളും വെള്ളവും കൂടി ചേർത്തിട്ട് ഭഗവാന് അർപ്പിക്കുക. പിന്നെ ഭഗവാന് കുറച്ച് വെള്ളം വീണ്ടും അർപ്പിക്കണം. അതിനുശേഷമാണ് അഭിഷേകം ചെയ്യേണ്ടത്. ആദ്യം ശുദ്ധജലം കൊണ്ട് വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുക. അതിനുശേഷം വസ്ത്രവും
നമ്മുടെ പൂണൂലും അർപ്പിക്കണം എന്നാണ് പറയുക. അതിനുശേഷം നമ്മുടെ സിന്ദൂരം എടുത്തു വച്ചിട്ടുണ്ടല്ലോ, ആ സിന്ദൂരം ഓയിലുമായിട്ട്, അതായത് മുല്ലപ്പൂവിൻ്റെ ഓയിലാണ് പറയുന്നത്. ഇനി അതില്ലെങ്കിൽ സിന്ദൂരം അതുപോലെ തന്നെ ഈ തീർത്ഥജലം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതാണ് ഭഗവാനെ ചാർത്തേണ്ടത്. അതായത് കുങ്കുമാഭിഷേകം ചെയ്യുക, ഭഗവാനെ കുങ്കുമാഭിഷേകം ചെയ്യുക. എന്നിട്ട് അത് ശരിക്ക് ശ്രീരാമൻ്റെ വെൽബീയിങ്ങിന്, ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഹനുമാൻ സ്വാമി ദേഹം മൊത്തം കുങ്കുമം കൊണ്ട് ലേപനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിൻ്റെ അതേ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഭഗവാനെ കുങ്കുമം അഭിഷേകം ചെയ്യുന്നത്, കുങ്കുമം പേസ്റ്റാക്കിയിട്ട് അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷം വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ നമ്മൾ ചന്ദനം തൊടിയിക്കണം. പിന്നെ ഈ അരിമണികൾ സമർപ്പിക്കുക ഭഗവാന്. അക്ഷത സമർപ്പണം എന്നാണ്. അപ്പോൾ അരിമണികൾ സമർപ്പിക്കുക. അതിന് ശേഷമാണ് പൂക്കൾ അർപ്പിക്കേണ്ടതും മാല ചാർത്തേണ്ടതും. ഭഗവാന് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാലയുണ്ടെങ്കിൽ മാലയായിട്ട് ചാർത്തുക, അല്ലെങ്കിൽ പൂക്കൾ ആണെങ്കിൽ പൂക്കളായിട്ട് തന്നെ അർപ്പിക്കേണ്ടത്. അതിന് ശേഷമാണ് ധൂപം ദീപവും എടുക്കേണ്ടത്. ധൂപം എന്ന് പറയുമ്പോൾ ധൂപവും ദീപവും രണ്ടും വിഗ്രഹത്തിന് മുമ്പിൽ വൃത്താകൃതിയിൽ ഇങ്ങനെ വേവായിട്ടാണ് നമ്മൾ അത് ആരതി എടുക്കേണ്ടത്. അതിനുശേഷം നൈവേദ്യമാണ് അർപ്പിക്കുക. നൈവേദ്യം എന്ന് പറയുന്നത് ലഡു, നേരത്തെ പറഞ്ഞ പോലെ ലഡു ആവാം, അല്ലെങ്കിൽ പഴങ്ങൾ, വറുത്ത കടല, ശർക്കരയായിട്ട് ചേർത്തിട്ടുള്ള മിക്സ്, അതായാലും മതി. അത് നൈവേദ്യമായിട്ട് ഭഗവാന് അർപ്പിക്കുക. പിന്നെ ചെയ്യേണ്ടത് വെറ്റിലയാണ്. വെറ്റില, അതിന് താമ്പൂല സമർപ്പണം എന്നാണ് പറയുക. വെറ്റിലയും ദക്ഷിണയും കൂടിയാണ് അർപ്പിക്കേണ്ടത്. അതായത് വെറ്റിലയും അതിൽ നമ്മുടെ അടക്കയും പിന്നെ കോയിൻസ്, നാണയങ്ങളും വേണം. അപ്പോൾ അത് ഭഗവാന് അർപ്പിക്കുക. അതിനുശേഷം ആരതി എടുക്കുക. നെയ്വിളക്കിൻ്റെ ആരതിയും കർപ്പൂര ആരതിയും എടുക്കുക. എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിന് നമ്മൾ പ്രദക്ഷിണം ചെയ്യണം എന്നാണ്. പ്രദക്ഷിണം ചെയ്യുക, പ്രണാമം ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ഘടികാര ദിശയിൽ 3 തവണ പ്രദക്ഷിണവും ചെയ്യുക, എന്നിട്ട് പ്രണാമം ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ പൂജയിൽ, ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഈ പൂജയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് പൊറുക്കണേ എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രണാമം ചെയ്യണം എന്നാണ് പറയുക. അതിനുശേഷം നമ്മൾ അർപ്പിച്ചിട്ടുള്ള നൈവേദ്യം എടുത്തിട്ട് വീട്ടിലെ അംഗങ്ങൾക്ക് വീതിച്ച് കൊടുക്കുക. അത് പ്രസാദ വിതരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് വീട്ടിലാണ് പൂജ ചെയ്യണതെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏപ്രിൽ 12 വരുന്ന ഹനുമാൻ ജയന്തി എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ദിനമാണ്. ശക്തി, ധൈര്യം, ദിവ്യ സംരക്ഷണം എന്നിവ തേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് ഹനുമാൻ ജയന്തി എന്ന് പറയുന്നത്. പ്രസാദത്തിലും ഭഗവാന്റെ പാദങ്ങളിലും നമുക്ക് തുളസിയില അർപ്പിക്കാം എന്നാണ് പറയുന്നത്. പൂജകൾ ചെയ്യുമ്പോഴും മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുമ്പോഴും ഒക്കെ ചൊല്ലേണ്ട മന്ത്രങ്ങൾ പറയാം. ഓം ശ്രീ ഹനുമതേ നമ എന്ന് പറയുന്നത് ഭഗവാന്റെ മൂലമന്ത്രമാണ്. എല്ലാതരം അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും ലളിതമായി ജപിക്കാവുന്ന മന്ത്രമാണ് ഓം ശ്രീ ഹനുമതേ നമ എന്ന മൂലമന്ത്രം. രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഹം ഹനുമതേ നമ എന്നാണ്. അതായത് അത് അത്രയും എനർജി അത് വഹിക്കുന്ന ഒരു മന്ത്രമാണ് എന്നാണ് പറയുന്നത്. ഓം ഹം ഹനുമതേ നമ എന്നുള്ളത്. പിന്നെ വരുന്നത് ഗായത്രി മന്ത്രമാണ്. ഹനുമത് ഗായത്രി മന്ത്രമാണ്. ഓം ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാത്. ഇതാണ് ഹനുമാൻ ഗായത്രി എന്ന് പറയുന്നത്. ഇനി ധ്യാനത്തിൻ്റെ സമയത്ത് നമ്മൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജപിക്കുന്ന പൂജയുടെ ഇടയിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞുവല്ലോ. ആ ധ്യാന സമയത്ത് ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് കർണികാര സുവർണാഭം വർണ്ണനീയം ഗുണോത്തമം അർണവോല്ലംഘനോദ്യുക്തം തൂർണം ധ്യായാമി മാരുതിം. ഇതാണ്
ധ്യാന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം. ഇനി ഭഗവാന് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് നമ്മുടെ വിഗ്രഹത്തിലേക്ക് കുടികൊള്ളാൻ വേണ്ടിയിട്ട്, ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുമല്ലോ, ആ സമയത്ത് ആസന മന്ത്ര, ഹനുമാൻ ആസന മന്ത്ര എന്നാണ് പറയുക. ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് നവരത്നമയം ദിവ്യം ചതുരശ്രമനുത്തമം സൗവർണമാനസം തുഭ്യം കൽപ്പതേ കവിനായക എന്നാണ് ചൊല്ലേണ്ടത്. പിന്നെ ഭഗവാന്റെ ആരതി എടുക്കുമ്പോൾ, നെയ്വിളക്ക് കൊണ്ടുള്ള ആരതി എടുക്കുമ്പോഴും കർപ്പൂര ആരതി എടുക്കുമ്പോഴും ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ആരതി കി ജയ ഹനുമാൻ ലലാക്കി ദുഷ്ടദലന രഘുനാഥ് കലാക്കി. അതാണ് ആരതി എടുക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മന്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഉദ്ദേശം അത് നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വൈകുന്നേരത്തെ പൂജയ്ക്ക് ശേഷമാണ് നമ്മൾ പാരണ വീട്ടേണ്ടത്. അപ്പോൾ വൈകുന്നേരത്തെ പൂജയ്ക്ക് ശേഷം നമുക്ക് ഗോതമ്പിൻ്റെ പൂരി അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും ഉപ്പ് കഴിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഈ വ്രതസമയത്ത് ഉപ്പ് കുറയ്ക്കണം എന്നാണ്. ഉപ്പ് കുറയ്ക്കണം എന്നല്ല, ഉപ്പ് കഴിക്കരുത് എന്നാണ്. പിന്നെ വീട്ടിൽ നമുക്ക് ജപിക്കാവുന്നത്, മന്ത്രങ്ങൾ ചൊല്ലാവുന്നത്, ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് നല്ലതാണ്. തുളസീദാസ് എഴുതിയതാണ് ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത്. അവധിയിൽ 40 ശ്ലോകങ്ങളാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ചാലിസ എന്ന് പറഞ്ഞത്. അത് ദിവസവും 11 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ജപിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ധൈര്യം ഉണ്ടാക്കാൻ, ആത്മധൈര്യം ഉണ്ടാക്കാൻ നല്ലതാണ് എന്നാണ് പറയുന്നത്. പിന്നെ വേറെയും താന്ത്രിക രീതിയിലുള്ള മന്ത്രങ്ങളുണ്ട്. പക്ഷേ അത് അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രങ്ങളാണ്. അത് താന്ത്രിക മന്ത്രമാണ്. അത് ബജ്രംഗ് ബാൻ എന്ന് പറയും. അതും നമുക്ക് ജപിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു മന്ത്രം എന്ന് പറയുന്നത് പഞ്ചമുഖി ഹനുമാൻ കവചമാണ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് പൂജ കഴിഞ്ഞതിന് ശേഷം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹനുമത് ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും നല്ല രീതിക്കുള്ള, നല്ലതിലേക്കുള്ള ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ആത്മധൈര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.